നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. പൂക്കളവും ഓണക്കോടിയും സദ്യയുമൊരുക്കി നാടും നഗരവും മാവേലിയെ വരവേറ്റു. കള്ളവും ചതിയുമില്ലാത്തൊരു ഭൂതകാലത്തിലേക്കുള്ള മലയാളിയുടെ ഗ്രഹാതുരമായ യാത്ര കൂടിയാണ് ഈ ഉത്സവം. പട്ടാപ്പകൽ പച്ചയേലയ്ക്ക മോഷ്ടിച്ച 2 പേർ വണ്ടൻമേട് പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പുളിയന്മല കഞ്ഞിപ്പാറ പ്രിയഭവനിൽ പ്രവീൺ അയ്യപ്പൻ, പാറക്കൽ വിഷ്ണുകൃഷ്ണൻ എന്നിവർ. മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല റേഷൻ കടകളിൽ നിന്നും കൃത്യമായ രീതിയിൽ റേഷൻ സാധനങ്ങൾ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി. സർക്കാർ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നുവെങ്കിലും അവ പൂഴ്ത്തിവെച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു വിൽക്കുന്ന പ്രവണത ചില റേഷൻ കട ഉടമകൾ തുടർന്നു പോരുന്നുവെന്ന് ആരോപണം. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ പരിശോധന ഉണ്ടാകണമെന്നും ഇത്തരക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യം. തോട്ടം മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയായ ഏലപ്പാറ ഗവൺമെന്റ് ആശുപത്രിയുടെ ആംബുലൻസിന്റെ ഓട്ടം നിലച്ചിട്ട് 1.5 മാസം. പ്രതിസന്ധിക്ക് കാരണം ആംബുലൻസിന്റെ ടയറുകൾ കാലഹരണപ്പെട്ടത്. പുതിയ ടയർ വാങ്ങുവാൻ നടപടി ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിൽ കാലതാമസം നേരിടുന്നതിൽ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിച്ചു. പൂക്കളവും ഓണക്കോടിയും സദ്യയും ഒരുക്കി നാടും നഗരവും മാവേലിയെ വരവേറ്റു. കള്ളവും ചതിയും ഇല്ലാത്തൊരു ഭൂതകാലത്തിലേക്കുള്ള മലയാളിയുടെ ഗ്രഹാതുരമായ യാത്ര കൂടിയാണ് ഈ ഉത്സവം. കർക്കിടകത്തിലെ വറുതിക്ക് ശേഷം ചിങ്ങമാസം എത്തുന്നതോടെ കാർഷിക സമൃദ്ധിയുടെയും നിറവിന്റെയും നാളുകളാണ് എത്തുന്നത്. ഉണ്ണാനും ഉടുക്കാനും വഴി കാണിക്കുന്നതും മനുഷ്യരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതുമായ ഒരു പുതുവർഷമാണിത്. തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും ഒക്കെ നിറഞ്ഞ തൊടികളും പത്തായം നിറയ്ക്കലുമൊക്കെ ഏറെക്കുറെ അന്യമായെങ്കിലും പൂക്കളമൊരുക്കിയും ഒത്തൊരുമിച്ചും മലയാളി ഓണത്തിന്റെ ആത്മാവിനെ ചേർത്ത് പിടിച്ചു. ഓണക്കോടിയുടുത്ത പൂക്കളമൊരുക്കിയാൽ പിന്നെ അടുക്കളയിൽ സദ്യവട്ടങ്ങളുടെ തിരക്കാണ്. രുചിഭേദങ്ങളുടെ കലവറ തീർക്കുന്ന സദ്യ തൂശനിലയിൽ തന്നെ വിളമ്പുന്നത് ഒരു ചടങ്ങാണ്. വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട്. അറ്റുപോകാതെ തലമുറകൾ കൈമാറി വന്ന ഓണക്കളികളും ആഘോഷത്തിന് നിറം പകർന്നു. ഓണം കേവലം ഓർമ്മകളുടെ ആഘോഷം മാത്രമല്ല, സ്നേഹവും കരുണയും സാഹോദര്യവും എല്ലാ ദിവസവും കാത്തു സൂക്ഷിക്കണമെന്ന തിരിച്ചറിവ് കൂടിയാണ്. ഒരു ദിവസത്തെ ഉത്സവമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. നല്ല ഭൂമിയും നല്ല വായുവും മതിൽക്കെട്ടുകളില്ലാത്ത മനസ്സുകളും ഉള്ളവനോടുള്ള കരുതലും പങ്കുവെക്കലും ഉൾപ്പെടെ മലയാളിയുടെ എക്കാലത്തേക്കുമുള്ള മടങ്ങിവരവും തീർത്ഥാടനവുമാണ് തിരുവോണം. പട്ടാപ്പകൽ പച്ചയേലയ്ക്ക മോഷ്ടിച്ച 2 പേർ വണ്ടൻമേട് പോലീസിന്റെ പിടിയിൽ. പുളിയന്മല കഞ്ഞിപ്പാറ പ്രിയഭവനിൽ പ്രവീൺ അയ്യപ്പൻ, പാറക്കൽ വിഷ്ണുകൃഷ്ണൻ എന്നിവരെയാണ് വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുളിയന്മല ഗണപതിപ്പാലം ഭാഗത്ത് അഡ്വക്കേറ്റ് അരുൺ വർഗീസിന്റെ വീട്ടിൽ നിന്നുമാണ് പട്ടാപ്പകൽ സ്റ്റോറിൽ ഉണക്കാൻ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്ന 2 ചാക്ക് പച്ച ഏലയ്ക്ക ഇവർ സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുപോയത്. കഴിഞ്ഞ 3-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. തുടർന്ന് ഏലയ്ക്ക കട്ടപ്പനയിലുള്ള മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ ഇവർ വിൽപ്പന നടത്തി. പ്രവീണിനെ തമിഴ്നാട് തേനിയിൽ നിന്നും വിഷ്ണുവിനെ കഞ്ഞിപ്പാറയിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സമാനമായ കേസിൽ ഇവർക്കെതിരെ കമ്പമട്ട് പോലീസ് സ്റ്റേഷനിലും കേസുകൾ ഉണ്ട്. കട്ടപ്പന ഡിവൈഎസ്പി VN നിഷാദുമോന്റെ നിർദ്ദേശപ്രകാരം വണ്ടൻമേട് പോലീസ് സ്റ്റേഷൻ SHO ഷൈൻകുമാർ, SI ബിനോയ് എബ്രഹാം, പ്രകാശ് G, വിനോദ് കുമാർ KN, ASCമാരായ ഷിജോ KT, ജോസ് സെബാസ്റ്റ്യൻ, ജെയിംസ് ജോർജ്, SCPOമാരായ ജയൻ N, ജെയ്മോൻ മാത്യു, സലിം മുഹമ്മദ്, പ്രശാന്ത് K മാത്യു, CPOമാരായ ജെനിൻ R, ബിനു K ജോൺ, സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി പീരുമേട് സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല റേഷൻ കടകളിൽ നിന്നും കൃത്യമായ രീതിയിൽ റേഷൻ സാധനങ്ങൾ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാകുന്നു. സർക്കാർ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നുവെങ്കിലും അവ പൂഴ്ത്തിവെച്ച ഉയർന്ന വിലയ്ക്ക് മറിച്ചു വിൽക്കുന്ന പ്രവണത ചില റേഷൻ കട ഉടമകൾ തുടർന്നു പോരുന്നുവെന്നാണ് പരാതി. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ പരിശോധന ഉണ്ടാകണമെന്നും ഇത്തരക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നുമാണ് ആവശ്യം. റേഷൻ കടകളിലെത്തുന്ന അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂഴ്ത്തിവയ്ക്കുകയും പിന്നീട് ഉയർന്ന വിലയ്ക്ക് കാർഡ് ഉടമകളല്ലാത്തവർക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്നുവെന്ന പരാതി മുമ്പും മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ അന്ന് ചില നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും ചില റേഷൻ കടകൾക്കെതിരെ സമാന ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളത്. സർക്കാർ റേഷൻ സാധനങ്ങൾ കടകളിൽ എത്തിക്കുന്നുവെങ്കിലും അരി ഉൾപ്പെടെ വാങ്ങാനെത്തുമ്പോൾ സാധനങ്ങൾ എത്തിയിട്ടില്ല എന്ന് കാർഡ് ഉടമകളോട്
പറയുകയും പിന്നീട് സാധനങ്ങൾ ഉയർന്ന വിലയ്ക്ക് മറിച്ചു വിൽക്കുന്ന പ്രവണത ചില റേഷൻ കട ഉടമകൾ തുടർന്നു പോരുന്നുവെന്നുമാണ് നാട്ടുകാരുടെ പരാതി. சூழ்நிலைக்கு பார்த்தீங்கன்னா ஹைரேஞ்ச் பகுதியில் ரேஷன் கடை பிரச்சனை ஒரு பெரிய பிரச்சனையாக இருக்குது. எல்டிஎஃப் சர்க்கார் ஒரு ஆளுக்கு 4 கிலோ வச்சு அரி கொடுக்குற டைமில் அந்த அரி மக்களுக்கு போய் சரியாக போய் கிடைக்கிறது கிடையாது. பல ரேஷன் கடைகளிலும் மக்களுக்கு அரிசி விதரணம் பண்ணுறது கிடையாது. அதுபோல் கிட்டுகளை விதரணம் பண்ணுறது கிடையாது. இது மக்கள் ரொம்ப ஒரு அவதிக்கு உள்ளாக்குது. அது மட்டும் இல்லாமல் தொழிலாளிகள் போய் ரேஷன் கேட்கும்போது ரேஷன் கடையில் ரேஷன் அரிசி வந்திருக்கான்னு கேட்குற டைமில் அரிசி வரலங்கிறாங்க. அப்படியும் கேட்டிருந்தாலுமே பழைய அரிசிகளை கொடுக்குறாங்க. புதிய அரிசிகளை பதுக்கி வச்சு மூணாறுல வன்கட முதலாளிகளுக்கு 1 கிலோ 20 ரூபாய்க்கு அரிசியை விநியோகம் பண்ணிக்கிட்டு இருக்காங்க. തോട്ടം മേഖലകളിലെ റേഷൻ കടകളിൽ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുകയും റേഷൻ സാധനങ്ങൾ കൃത്യമായി കാർഡുടമകൾക്ക് ലഭിക്കുന്നുണ്ടെന്നും സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് മറിച്ച് വിൽപ്പന നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്നാണ് ആവശ്യം. ഇത്തരം പ്രവണതകളിൽ ഏർപ്പെടുന്ന റേഷൻ കടയുടമകൾ ഉണ്ടെങ്കിൽ അത്തരക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നു. റേഷൻ കടകളിൽ സാധനങ്ങൾ വാങ്ങാനെത്തുമ്പോൾ അവ ലഭിക്കാതെ വരുന്നത് തൊഴിലാളി കുടുംബങ്ങളായ സാധാരണക്കാരെ വലയ്ക്കുന്നുവെന്നും പരാതിയുണ്ട്. തോട്ടം മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയായ ഏലപ്പാറ ഗവൺമെന്റ് ആശുപത്രിയുടെ ആംബുലൻസിന്റെ ഓട്ടം നിലച്ചിട്ട് 1.5 മാസം കഴിഞ്ഞു. ആംബുലൻസിന്റെ ടയറുകൾ കാലഹരണപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. പുതിയ ടയർ വാങ്ങുവാൻ നടപടി ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിൽ കാലതാമസം നേരിടുന്നതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പീരുമേട് തോട്ടം മേഖലയിലെ പ്രധാന ആതുരാലയങ്ങളിലൊന്നാണ് ഏലപ്പാറ ഗവൺമെന്റ് ആശുപത്രി. ഏലപ്പാറ, വാഗമൺ, പുള്ളിക്കാനം, ഉളുപ്പുണി തുടങ്ങിയ വിദൂര മേഖലകളിൽ നിന്നടക്കം ആളുകൾ ആശ്രയിക്കുന്നത് ഈ ആശുപത്രിയാണ്. ആശുപത്രിയുടെ ആംബുലൻസ് സർവീസ് നിലച്ചിട്ട് 1.5 മാസം പിന്നിട്ടു. ആംബുലൻസിന്റെ ടയറുകൾ കാലഹരണപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. പുതിയ ടയറുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഏലപ്പാറ തണ്ണിക്കാനം വാർഡിലെ ഹെൽത്ത് സെന്ററിലെ ആംബുലൻസ് 3 ടയറും തീർന്നിട്ട് 1 മാസമായി. അത് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറന്ന് ആ വണ്ടി ആംബുലൻസ് ഓടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം. ഇവിടെ പാവപ്പെട്ടവരെ കിടക്കുന്നത്. ഡീൻ കുര്യാക്കോസ് എംപി അനുവദിച്ചു നൽകിയ ആംബുലൻസാണ് ഇത്. നിലവിൽ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ആംബുലൻസിന്റെ സേവനം ആവശ്യമുള്ളപ്പോൾ വലിയ തുക മുടക്കി സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. തോട്ടം മേഖലയിലെ ആളുകളുടെ പ്രധാന ആശ്രയമായ ഈ ആശുപത്രിയിലെ ആംബുലൻസ് സർവീസ് ഉടൻ തന്നെ ആരംഭിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ച കേരള പോലീസിന്റെ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് എബിൻ കുഴിവേലി അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തങ്കമണി എസ് ഐ ആയിരുന്ന ഒരാൾ, അങ്ങനെ ഞങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറേയധികം പോലീസുകാരുണ്ട്. 6 മാസം കഴിയുമ്പോൾ അവനെല്ലാം പണി വാങ്ങും. അതിനകത്ത് ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇത് ഒരു സൂചനാ സമരമാണ്. നിയോജക മണ്ഡലം തലത്തിൽ നമ്മൾ ഈ സമരത്തിന് തുടക്കം കുറിക്കുന്നു. ജില്ലാതലത്തിൽ അടുത്ത ആഴ്ച വളരെ ശക്തമായ സമരങ്ങൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഷാഹുൽ ഹമീദ്, ഷാരി ബിനു ശങ്കർ, മനോജ് രാജൻ, കെ രാജൻ, രാജു കുടമാളൂർ, അനീഷ് സി കെ, ഫെലിക്സ് ഡാനിയേൽ, വിഘ്നേഷ്, അനീസ് വാരിക്കാട്ട, വിനീഷ് ഗോപി, ജോൺ അപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി. അധ്യാപകർക്ക് തപാലിൽ അയച്ച ആശംസാ കാർഡുകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു. നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിന് മുൻപിലാണ് 5ാം ക്ലാസ്സുകാരി ആദിശ്രീ പ്രതിഷേധം നടത്തിയത്. നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിശ്രീ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് തന്നെ ഇതുവരെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകർക്കും തപാൽ മുഖേന 30-ാം തീയതി ആശംസാ കാർഡുകൾ അയച്ചിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോസ്റ്റ് ഓഫീസിന്റെ സമീപത്തുള്ള അധ്യാപകർക്ക് പോലും കാർഡ് ലഭിക്കാതെ വന്നതോടെ അച്ഛനെയും കുട്ടി കഴിഞ്ഞ ദിവസം ആദിശ്രീ പോസ്റ്റ് ഓഫീസിലെത്തി വിവരം തിരക്കി. എന്നാൽ കാർഡുകളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു മറുപടി. തുടർന്ന് കുട്ടി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധമിരിക്കുകയായിരുന്നു. മണിക്കൂറുകളോളം താൻ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ഇരുന്ന് പ്രതിഷേധിച്ചതോടെ കാണാതായ കാർഡുകൾ ജീവനക്കാർ തപ്പിയെടുത്തതായും ആദിശ്രീ പറഞ്ഞു. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഞാൻ എൻ്റെ സ്കൂളിലെ മുഴുവൻ ടീച്ചർമാർക്കും കത്തുകൾ എഴുതി നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചിരുന്നു. സമയം കഴിഞ്ഞിട്ടും അത് ടീച്ചർമാരുടെ കയ്യിൽ എത്താത്തതിനാൽ ഞാൻ പോയി ചോദിച്ചു. എന്നിട്ടും പകുതിയിലോളം കത്തുകൾ ടീച്ചർമാർക്ക് കൊടുക്കാത്തതിനാൽ ഞാൻ അവിടെ സമരം ഇരിക്കേണ്ടി വന്നു. ഞാൻ അവിടെ സമരം ഇരുന്നതിൻ്റെ ഫലമായി കാണാതെ പോയ ലെറ്ററുകൾ അവർ തപ്പിപ്പിടിച്ച് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. അധ്യാപക ദിന ആശംസകളുമായി 30 അധ്യാപകർക്കാണ് ആദിശ്രീ കാർഡുകൾ അയച്ചത്.
ഇത്തവണത്തെ അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം ജില്ലയിൽ വിപുലമായ രീതിയിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞതായി KPMS നേതൃത്വം അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KPMS ദേവികുളം യൂണിയന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്യും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വമ്പിച്ച ഘോഷയാത്രയും സംഘടിപ്പിക്കും. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജയന്തി അവിട്ടാഘോഷമാണ് ഇത്തവണ നടക്കുന്നത്. ഇതിനായി ജില്ലയിലാകെ വേണ്ടുന്ന ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി KPMS നേതൃത്വം അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടികൾ അടിമാലി, നെടുങ്കണ്ടം, തൊടുപുഴ, കുമളി എന്നിവിടങ്ങളിലായി നടക്കും. നെടുങ്കണ്ടത്ത് മുൻമന്ത്രിയും MLA-യുമായ MM മണി, തൊടുപുഴയിൽ PJ ജോസഫ് MLA, കുമളിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ എന്നിവർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. KPMS ദേവികുളം യൂണിയന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച കേരളത്തിലെ 119 കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. ഈ 119 നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിലെ 4 കേന്ദ്രങ്ങളിലായി അവിട്ടദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തൊടുപുഴയിൽ MLA PJ ജോസഫ്, നെടുങ്കണ്ടത്ത് മുൻമന്ത്രി ശ്രീ MM മണി, പീരുമേട്ടിൽ ഡോളി ജോസഫ്, അടിമാലിയിൽ CK വിദ്യാസാഗർ പറയുന്നവരാണ് അനുസ്മരണ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ 4 കേന്ദ്രങ്ങളിലും വിപുലമായ രീതിയിലുള്ള ഘോഷയാത്ര ഉൾപ്പെടെയുള്ള സമ്മേളനങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പുഷ്പാർച്ചന, ഘോഷയാത്ര, അനുസ്മരണ സമ്മേളനം എന്നിവയാണ് പ്രധാന പരിപാടികളായി അടിമാലിയിൽ ഒരുക്കിയിട്ടുള്ളത്. യൂണിയനിലെ വിവിധ ശാഖകളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര തെയ്യം, കാവടി, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെ വൈകിട്ട് 3-ന് അമ്പലപ്പടിയിൽ നിന്നും ആരംഭിക്കും. 5 മണിക്ക് സമ്മേളനം നടക്കും. യൂണിയൻ പ്രസിഡന്റ് MP സുരേഷ് അധ്യക്ഷത വഹിക്കും. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം KS യാദ് തുടങ്ങിയവർ പങ്കെടുക്കും. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ, യൂണിയൻ പ്രസിഡന്റ് MP സുരേഷ്, യൂണിയൻ സെക്രട്ടറി ബിജു ബ്ലാങ്കര, TK സുകുമാരൻ, PC ബാബു, OT വിജയൻ, മഹേഷ് അടിമാലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഞ്ഞിക്കുഴി ടൗണിലെ അനധികൃത പാർക്കിംഗ് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു. ആലപ്പുഴ മധുര സംസ്ഥാന പാത കടന്നുപോകുന്ന കഞ്ഞിക്കുഴി ടൗണിൽ റോഡിന്റെ വീതിക്കുറവും അനധികൃത പാർക്കിംഗുമാണ് ഗതാഗത കുരുക്കിന് കാരണം. ആലപ്പുഴ മധുര സംസ്ഥാന പാത കടന്നുപോകുന്ന കഞ്ഞിക്കുഴി ടൗണിൽ അനധികൃത പാർക്കിംഗ് ഗതാഗത കുരുക്കിന് കാരണമാവുകയാണ്. പൊതുവെ വീതി കുറഞ്ഞ സംസ്ഥാന പാതയിൽ റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആണെങ്കിലും ഒരു KSRTC ബസ് വന്ന് ബ്ലോക്കായി, ബാക്കി എല്ലാ വാഹനങ്ങളും വഴിയിൽ ബ്ലോക്കായി കിടന്നു. വളരെയധികം നേരത്തേക്ക് പോലീസിൻ്റെ ശ്രദ്ധയോ കാര്യങ്ങളൊന്നും ഇതിനകത്തേക്ക് വരുന്നില്ല. അതുപോലെ പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ഈ അനധികൃത പാർക്കിങ്ങിനെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന്. അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തോ പോലീസോ ഇടപെടുന്നില്ലെന്നാണ് പരാതി. ഹൈറേഞ്ച്, ലോ റേഞ്ചുകളെ തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന പാതയിലെ ഗതാഗത കുരുക്ക് പലപ്പോഴും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നതിന് കാരണമാകാറുണ്ട്. അടിയന്തരമായി കഞ്ഞിക്കുഴി ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മൂന്നാറിൽ ഇറച്ചിക്കോഴികൾക്ക് വില കൂട്ടി വിൽപ്പന നടത്തുന്നതായി ആരോപണം. ജില്ലയിലെ മറ്റു മേഖലകളിൽ ഉള്ളതിനേക്കാൾ കിലോയ്ക്ക് 30 രൂപ വരെയാണ് അധികമായി ഈടാക്കുന്നത്. ജില്ലയുടെ മറ്റ് മേഖലകളിൽ ഇറച്ചിക്കോഴിക്ക് 120 മുതൽ 125 രൂപ വരെയാണ് വില. എന്നാൽ മൂന്നാറിൽ കിലോഗ്രാമിന് 150 രൂപയാണ് ഈടാക്കുന്നത്. വിപണി വിലയേക്കാൾ തുക കൂട്ടി വിൽപ്പന നടത്തുന്ന വ്യാപാരശാലകൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പോത്തിറച്ചിയേക്കാൾ കൂടുതലായി സാധാരണക്കാർ ഉപയോഗിക്കുന്നത് കോഴിയിറച്ചിയാണ്. വിലക്കുറവ് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. എന്നാൽ വിപണി വിലയേക്കാൾ തുക ഈടാക്കിയാണ് മൂന്നാറിലെ വ്യാപാരികളുടെ കച്ചവടം. ജില്ലയിൽ ഒരിടത്തുമില്ലാത്ത വിലയാണ് മൂന്നാറിലെ കോഴി വ്യാപാരികൾ ഈടാക്കുന്നതെന്നാണ് ആരോപണം. മൂന്നാറിൽ 150-ഉം അതിന് മുകളിലുമാണ് വില. 30-ഉം അതിന് മുകളിലും അമിത വില ഈടാക്കിയാണ് மூணாறுல கோழி கச்சவடம். அதாவது இப்போ மூணாரை பொறுத்தவரை எடுத்துக்கிட்டீங்கன்னா மூணாறுல சிக்கன் விலை ரொம்ப கூடுதல். உங்களுக்கு எல்லாருக்குமே தெரியும். பொதுவாக நாங்களாம் டிரைவரு, நாங்கள் கீழே இருந்து அடிமாலி இல்லை டானச்சாலேருந்துலாம் கிச்சன் வாங்கும்போது சிக்கனுக்குள்ள விலை வந்து பகுதி ரேட்டு கூட இல்லை, மூணாறுக்குள்ள ரேட்டு கூடுதலாக இருக்குங்க. இதுக்கு உடனடியாக அடிந்தரமாயிட்டு நீங்கள் சிக்கன் விலை குறைக்கலைன்னா மிகப்பெரிய ஒரு போராட்டம் உண்டாக்கும். அதே மாதிரி இங்கே சிக்கன் வாங்கும்போது ஒரு சில விஷயம் சிக்கன் கடைக்காரன் சொல்கிறாங்க 5 ரூபா நாங்கள் வேஸ்ட் எடுக்கிறதுக்கு ஈடு பண்ணுறோம்னு சொல்கிறாங்க. என்ன காரணத்தினாலும் தெரியல. இதனால மூணாறுல மக்கள் ரொம்ப பாதிப்படைகிறோம். விலைவாசி ஒரு நாளைக்கு ஒரு நாள் கூடிக்கிட்டே இருக்கு. அதில் சிக்கன் விலை மிகவும் விலை கூடுறதுனால விலையை குறைக்க விடலைன்னா தொழிலாளிகளையும் அணி நிறுத்தி டிரைவர்மார்களும் மூணாறுல பொதுஜனங்கள் அணி நிறுத்தி மிகப்பெரிய ஒரு சக்தமான போராட்டம் சிக்கன் கடைகளுக்கு முன்பாக நடக்கும் என்பதை இந்த தருணத்தில் தெரிவித்துக் கொள்கின்றேன். മൂന്നാറിലെ തോട്ടം തൊഴിലാളികളായ സാധാരണ ആളുകളടക്കം ഏറ്റവും കൂടുതൽ വാങ്ങുന്ന
കോഴിയിറച്ചിയാണ് കൊള്ള ലാഭം ഈടാക്കി വ്യാപാരികൾ കച്ചവടം നടത്തുന്നത്. ജില്ലയിൽ ഒരിടത്തുമില്ലാത്ത തരത്തിൽ വിലയുയർത്തി വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മണിയാറൻകുടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ജമാഅത്ത് പ്രസിഡന്റ് അഷ്റഫ് KI അധ്യക്ഷനായിരുന്നു. ജമാഅത്ത് വൈസ് പ്രസിഡന്റ് CP സലീം മുഖ്യപ്രഭാഷണം നടത്തി. 1500 വർഷങ്ങൾക്ക് മുമ്പ് മുത്ത മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക മണലാരുണ്യത്തിൽ ഭൂജാതനായപ്പോൾ അന്ധകാരത്തിലും അനാചാരത്തിലുമുള്ള ഒരു ജനസമൂഹത്തെ സത്യത്തിന്റെയും സത്പാത്താവിലേക്ക് കൈപിടിച്ചുയർത്തിയ ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജന്മദിനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിവസമാണ്. 1500 വർഷങ്ങൾക്കപ്പുറമാണ് നബി ഭൂജാതനായത്. ഇന്ന് ലോകത്തുള്ള ജനങ്ങൾ ഈ ദിവസം ആഘോഷിക്കുമ്പോൾ കേരളത്തിലൊരു പ്രത്യേകത ഉള്ളത്, കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണവും നബിദിനവും ഒരു ദിവസം വന്നു എന്നുള്ളതാണ്. മണിയാറൻകുടി ജുമാ മസ്ജിദ് ചീഫ് ഇമാം റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നബിദിന സന്ദേശവും നൽകി. തുടർന്ന് നടന്ന നബിദിന റാലി ലക്ഷം കവലയിലെത്തി മണിയാറൻകുടി ടൗൺ ചുറ്റി മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു. മണിയാറൻകുടി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശാഖാ പ്രസിഡന്റ് രാജീവ് കുന്നേൽ, സെക്രട്ടറി അരുൺകുമാർ, അരുൺ പ്രകാശ്, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ നബിദിന റാലിക്ക് സ്വീകരണം നൽകി. തുടർന്ന് മസ്ജിദ് അങ്കണത്തിൽ മൗലീദ് പാരായണവും അന്നദാനവും നടന്നു. സലിം MK, ഇമാം മുഹമ്മദ് സുഫൈൽ ബാഖവി, ഷമീർ PS, ബഷീർ CM, അസീസ് KL എന്നിവർ നേതൃത്വം നൽകി. ഓണനാളിൽ കാരുണ്യ സ്പർശവുമായി കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ അധ്യാപിക ലിൻസി ജോർജ് തന്റെ ക്ലാസ്സിലെ നിർധനായ ഒരു വിദ്യാർത്ഥിക്ക് ഈ അധ്യാപികയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രൈമറി വിഭാഗം അധ്യാപിക ലിൻസി ജോർജ് സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനമാണ് നടന്നത്. ഈ വർഷം 2 വിദ്യാർത്ഥികൾക്കാണ് വീട് നൽകിയത്. വീടിന്റെ താക്കോൽ ലിൻസി ജോർജ് കുടുംബത്തിന് കൈമാറി. തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ സാഹചര്യം മനസ്സിലാക്കി നിലവിൽ അവർക്കൊരു നല്ല വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ആ ദുരവസ്ഥ അറിഞ്ഞ് ആ ഹൃദയത്തിൽ വളരെ വിഷമം തോന്നി. അങ്ങനെ സുമനസ്സുകളായ നിരവധി ആളുകളോട് ഇവരുടെ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയും അവരുടെ എല്ലാവരുടെയും സഹായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ടീച്ചർ ഇത്ര മനോഹരമായ രീതിയിൽ ഏകദേശം 7.5 ലക്ഷം രൂപ മുതൽ മുടക്കി വളരെ മനോഹരമായൊരു ഭവനം പ്രിയപ്പെട്ടവർക്ക് പണിത് നൽകി ഇന്നതിൻ്റെ താക്കോൽ കൈമാറുകയാണ്. ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ പറയേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ട ടീച്ചർ പണിത് നൽകുന്ന 10ാമത്തെ വീടാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചു നൽകുന്ന 10ാമത്തെ വീടാണിത്. 7.5 ലക്ഷത്തിലധികം രൂപ ചെലവിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അമേരിക്കയിലെ ചിക്കാഗോയിൽ താമസിക്കുന്ന എമ്മി ജോർജിന്റെ സഹായത്തോടെയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. എമ്മി നിർധനരായവർക്ക് നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീടാണിത്. ഇനിയും സുമനസ്സുകൾ മുന്നോട്ട് വന്നാൽ ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ തനിക്ക് കഴിയുമെന്ന് ലിൻസി ജോർജ് പറഞ്ഞു. മുരിക്കാട്ടൂർ സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് വീട് നിർമ്മിച്ചു നൽകുന്നത്. എൻ്റെ 10ാമത്തെ വീടാണിത്. ഏകദേശം 24ഓളം വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഭവനം നിർമ്മിച്ചു നൽകിയതുകൊണ്ട് സുരക്ഷിതമായ ഒരു താമസ സ്ഥലം ഒരുക്കി കൊടുക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൽ ഇടപെട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്ന ഒരു പോളിസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ ബാധിച്ച് മാതാവിനെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയുടെ ദുരവസ്ഥ ഭവന സന്ദർശനത്തിനിടെയാണ് ഈ അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. KJ ഗ്രാനൈറ്റ്സ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു. കഞ്ഞിക്കുഴി മക്കുവള്ളിയിൽ രാജേഷ് കൊച്ചുതണ്ടിലിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. KJ ഗ്രാനൈറ്റ്സ് ആൻഡ് ടൈൽസ് ഉടമ ജെയ്സൺ ജോർജ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനമാണ് നടന്നത്. 7 ലക്ഷം രൂപ മുതൽ മുടക്കി മക്കുവള്ളി സ്വദേശി രാജേഷ് കൊച്ചുതണ്ടിലിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ജില്ലാ മുൻ കളക്ടർ ഷീബ ജോർജ് IAS ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വിനീതയാണെന്ന് തോന്നുന്നു, 2 കുട്ടികളെയും ആയിട്ട് ചേംബറിൽ കളക്ടറുടെ ഓഫീസിൽ വരികയും ഇങ്ങനെ ഒരു അവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഞാൻ വില്ലേജ് ഓഫീസർ വഴിയൊക്കെ അന്വേഷിച്ചു. അങ്ങനെയാണ് ഞാൻ ഇവരെയൊക്കെ ഏൽപ്പിക്കുന്നത്. നമ്മൾ ഏൽപ്പിക്കുന്ന വർക്കെന്ന് വെച്ചാൽ വളരെ ജെനുവിൻ ആയിരിക്കണം, വളരെ ഡിസേർവ് ആയിരിക്കണം. അങ്ങനെയുള്ള കേസുകൾ മാത്രമേ നമ്മൾ ഏൽപ്പിക്കാറുള്ളൂ. അപ്പം അങ്ങനെ ഒരു കുടുംബമായിരുന്നു ഇത്.
എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഒരുപാട് പേരെ ഞാൻ സമീപിച്ചു. അപ്പോഴെല്ലാം ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കൺസേൺ ആയിട്ട് പറഞ്ഞത്. പക്ഷേ പ്രിയ ബ്രദറും ജേസനും എല്ലാവരും കൂടി അതങ്ങ് ഏറ്റെടുത്തു. കോൺട്രാക്ടറും അത് ഒരു ചലഞ്ചായിട്ട് തന്നെ അങ്ങ് ഏറ്റെടുത്തു. ജെയ്സൺ ജോർജും കുടുംബവും താക്കോൽദാനം നടത്തി. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ജേക്കബ് കോര മുഖ്യപ്രഭാഷണം നടത്തി. മനു തോമസ്, വിജേഷ്, അജയൻ വെള്ളാപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശവാസികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭ 18-ാം വാർഡിൽ ഓണസമ്മാനമായി നിരവധി റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. വാർഡ് കൗൺസിലർ ജോയി വെട്ടിക്കിഴി ഉദ്ഘാടനം നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കുന്നിനിപ്പടി വെട്ടിക്കാലപ്പടി റോഡിന്റെ തകർന്നു കിടന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നൽകിയാണ് ഗതാഗത യോഗ്യമാക്കിയത്. 2 റീച്ചുകളിലായാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വാർഡ് കൗൺസിലർ ജോയി വെട്ടിക്കുഴി റോഡ് പ്രദേശവാസികൾക്കായി തുറന്നു നൽകി. 2 റീച്ചുകളായിട്ട് നമുക്ക് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള നിലയിലാണ് നമ്മളൊരു പദ്ധതി ഇട്ടിരിക്കുന്നത്. ആദ്യത്തെ റീച്ചിന്റെ പണി തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. വളരെ സമയബന്ധിതമായി തന്നെ ഈ പണി നമുക്ക് നടത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. മഴക്കാലമാകുന്നതോടെ അമ്പലപ്പാറ പ്രദേശത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം വട്ടുകുന്നേൽപ്പടി പടിയാനിപ്പടി റോഡിനെ പ്രതികൂലമായാണ് ബാധിച്ചിരുന്നത്. ഇതേ തുടർന്ന് നഗരസഭയിൽ നിന്നും 12 ലക്ഷം രൂപ അനുവദിച്ചാണ് ഐറിഷ് ഓട നിർമ്മിച്ചത്. 12 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് നമുക്ക് ഇതിന്റെ ഓടയും അതോടൊപ്പം തന്നെ ഐറിഷ് ഓടയും തീർത്തുകൊണ്ട് ഈ വെള്ളം ഈ വട്ടുകുന്നേൽപ്പടിയിൽ നിന്നും പൂർണ്ണമായും പടിയാനിപ്പടി റോഡിലേക്ക് കൊണ്ടുപോയി ചാടിച്ച് നമുക്ക് ഈ വെള്ളത്തിന്റെ ഒഴുക്കിൽ നിന്നും റോഡുകളെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആളുകൾക്ക് അത് വളരെ ഉപകാരപ്രദമായി തീരുന്നതിനും നമുക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രദേശവാസികൾ പങ്കെടുത്തു. ചടങ്ങിൽ റോണി കല്ലമ്മാക്കൽ, തങ്കച്ചൻ മാമലശ്ശേരി, PJ ബാബു, അയേഷ് തെക്കേടത്ത, ടോം പടിയാനിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമനപ്പടി തുടിപ്പറമ്പിൽപ്പടി റോഡിന്റെ ഏറ്റവും തകർന്നു കിടന്ന ഭാഗമാണ് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തത്. വാർഡ് കൗൺസിലർ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ പെരുമനപ്പടി തുടിപ്പറമ്പിൽപ്പടി റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. ചടങ്ങിൽ തങ്കച്ചൻ മാമലശ്ശേരിൽ, ജോർജ് കുട്ടി എഴുത്തുപാറ, ജസ്റ്റിൻ സ്റ്റെഫിൻ, ബിനോയ് തോമസ്, ജോയി ആനക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇടുക്കി എംപിയുടെ ഓണപ്പാട്ട്. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് എംപിയുടെ ഗാനാലാപനം. കിഴക്കൻ പത്രോസ് എന്ന സിനിമയിൽ ONV കുറിപ്പ് എഴുതി SP വെങ്കടേഷ് സംഗീതം ചെയ്ത പാതിരാക്കിളി എന്ന ഗാനമാണ് MP ഡീൻ കുര്യാക്കോസ് ആലപിച്ചിരിക്കുന്നത്. സഹായ കേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഓണസദ്യ ഒരുക്കി. മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു. കഴിഞ്ഞ 23 വർഷമായി സഹായ കേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഓണസദ്യ ഒരുക്കി നൽകുന്നുണ്ട്. ഈ വർഷത്തെ ഓണസദ്യയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യ അതിഥിയായിരുന്നു. ലോകമെമ്പാടും വിഘടനവാദവും വർഗീയവാദവും ആളിക്കത്തുമ്പോൾ മലയാളികളുടെ സാംസ്കാരിക തനിമയായ ഓണാഘോഷം മനുഷ്യ മനസ്സുകൾക്ക് സാമൂഹ്യ അവബോധം ഉയർത്തിക്കൊണ്ടുവരാൻ സഹായകരമാകുമെന്ന് മന്ത്രി പറഞ്ഞു. സഹായ കേന്ദ്ര നടത്തിവരുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. എത്രമാത്രം ദുഃഖങ്ങളും സങ്കടങ്ങളും അവരാധികളും വേവലാതിയൊക്കെ ഉണ്ടെങ്കിലും ഓണമെന്നതിനെ നിറഞ്ഞ ഹൃദയത്തോടെയാണ് മലയാളികൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. പിന്നെ ദിവസം ഒരു ഉച്ചഭക്ഷണം ഓണസദ്യ എല്ലാവരുടെയും ഒപ്പമായിരിക്കുക എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും മന്ത്രി ഭക്ഷണം വിളമ്പി. ട്രസ്റ്റ് ചെയർമാൻ AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. MD അർജുനൻ, ഡോക്ടർ ദീപ മാത്യു, PN സതീശൻ, KM ജലാലുദ്ദീൻ, ഷിജോ തടത്തിൽ, KG ജോയി, പാസ്റ്റർ ജിജോ തുടങ്ങിയവർ സംസാരിച്ചു. നിർധന കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി CPI അയ്യപ്പൻകോവിൽ ബ്രാഞ്ച് കമ്മിറ്റി കിടപ്പ് രോഗികൾക്കും മറ്റും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകളിൽ ഓണക്കിറ്റുകൾ എത്തിച്ചു നൽകി. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ നിർധനരായ കുടുംബങ്ങളിലെ കിടപ്പ് രോഗികളായവരുടെ വീടുകളിലാണ് കൈത്താങ്ങുമായി ഓണനാളിൽ CPI ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ എത്തിയത്. മാട്ടുകെട്ട ബ്രാഞ്ച് പരിധിയിൽ വരുന്ന കിടപ്പ് രോഗികളായവർക്ക് ഓണക്കിറ്റും വസ്ത്രങ്ങളും
CPI പ്രവർത്തകർ എത്തിച്ചു നൽകി. നമ്മൾ ഓണാഘോഷം നമുക്ക് വീടുകളിൽ നിന്നും ഇറങ്ങാൻ പറ്റത്തില്ലാത്ത ആൾക്കാർ നമ്മുടെ ഈ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അന്ന് എല്ലാവരെയും കൂടെ കൂട്ടി ഒരുമിച്ച് കൊണ്ടുപോവുകയും നമ്മൾ ഒരു ദിവസം അവരോടൊപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വീടുകളിലും ആണെങ്കിലും അവർക്ക് കിറ്റ് ഒരുക്കി ഇന്ന് കുറച്ച് കിറ്റ് കൊടുക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ബിന്ദു മോഹനൻ, ലോക്കൽ കമ്മിറ്റി അംഗം PJ ജിജിമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വസ്ത്രങ്ങളും ഓണക്കിറ്റുകളും എത്തിച്ചു നൽകിയത്. കൂടാതെ ബ്രാഞ്ചിലെ 10ഓളം കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ച കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചിരുന്നു. അയ്യപ്പൻകോവിൽ കിഴക്കേമാട്ടുകെട്ട ജനകീയ കൂട്ടായ്മ ഓണോത്സവം സംഘടിപ്പിച്ചു. ഊഞ്ഞാൽ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി കിഴക്കേമാട്ടുകെട്ട സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ തോമസ് പൊട്ടംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഉത്രാട ദിനത്തിലാണ് കിഴക്കേമാട്ടുകെട്ടിയിൽ ഊഞ്ഞാൽ എന്ന പേരിൽ ഓണോത്സവം സംഘടിപ്പിച്ചത്. രാവിലെ 9 മണിക്ക് വാദ്യമേളങ്ങളും മാവേലി മന്നന്മാരും മലയാളി മംഗമാരും അണിനിരുന്ന തിരുവോണ വിളംബര ഘോഷയാത്ര നടന്നു. അത്തപ്പൂക്കള മത്സരങ്ങൾ, വിവിധ കലാകായിക മത്സരങ്ങൾ, ഓണക്കളികൾ എന്നിവയോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇത് കിഴക്കേമാട്ടുകെട്ടിലെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇതുപോലൊരു ഓണാഘോഷ പരിപാടി നടത്തുന്നത്. വൻ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. ഇത് ഇവിടുത്തെ എല്ലാവരുടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. നല്ലൊരു ആഘോഷമാണ്. കിഴക്കേമാട്ടുകെട്ട സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ തോമസ് പൊട്ടംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മത്സരങ്ങൾക്ക് ശേഷം ഓണസദ്യയും ഒരുക്കിയിരുന്നു. ശേഷം വിവിധ കലാമത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഭാരവാഹികളായ MB വിജയൻ, ബിജു PP പെരുശ്ശേരിയിൽ, സന്തോഷ് ചിത്രക്കുന്നേൽ, മഹേഷ് മാത്യു കുഴിക്കാട്ട, വിഷ്ണു ശിവൻ, ജയരാജ് കട്ടപ്പന എന്നിവർ നേതൃത്വം നൽകി. KCYM പാണ്ടിപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊണ്ടാട്ടം 2K25 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. 3ാം തവണയാണ് KCYM പാണ്ടിപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തങ്കമണി സെന്റ് തോമസ് ഫെറോന വികാരി ഫാദർ ജോസഫ് പുത്തൻപുരയിൽ നിർവഹിച്ചു. കുടുംബക്കൂട്ടായ്മ അടിസ്ഥാനത്തിലുള്ള പുരുഷ വനിതാ വടംവലി മത്സരം, സംഘഗാനം, ഉറിയടി, ശ്രീമാൻ ശ്രീമതി മത്സരം, കസരകളി, സ്പൂൺ റേസിംഗ് ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. തങ്കമണി സെന്റ് തോമസ് ഫെറോന ദീവാലി വികാരി ഫാദർ ജോസഫ് പുത്തൻപുരയിൽ ഉദ്ഘാടനം ചെയ്തു. പാണ്ടിപ്പാറ ഇടവകയിലെ ഓണാഘോഷ പരിപാടികൾ കൊണ്ടാട്ടം 2K25 എന്ന പേരിൽ ഇവിടെ ആഘോഷിക്കുമ്പോൾ അതിന് ഭാഗഭാഗമാകാൻ സാധിച്ചു എന്നതിൽ വളരെയധികം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. KCYM യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് കരിന്തേൽ സമ്മാനദാനം നിർവഹിച്ചു. KCYM യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് കരിന്തേൽ, യൂണിറ്റ് ആനിമേറ്റർ സിസ്റ്റർ നവ്യ ST, യൂണിറ്റ് പ്രസിഡന്റ് ജസ്റ്റിൻ ചക്കാലയിൽ, വൈസ് പ്രസിഡന്റ് ടീന പെരുന്നാട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേരച്ചുവട് സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉത്രാട സന്ധ്യ 2025 നടത്തി. ചേരച്ചുവട് ഗവൺമെന്റ് LP സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് VK കമലാസനൻ ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാമത്സരങ്ങൾ ഉത്രാട സന്ധ്യയ്ക്ക് മാറ്റുകൂട്ടി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ അസോസിയേഷൻ ട്രഷറർ പോൾ ജോസഫ് അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് VK കമലാസനൻ ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും അതോടൊപ്പം നമ്മുടെ ഒരു നല്ല തിരുവാതിരയും അതിനുശേഷം നമ്മളൊരു വ്യത്യസ്തമാർന്ന ഒരു പ്രോഗ്രാം കൂടി നടത്തുന്നുണ്ട്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ ഏതാണ്ട് 100-103 വീടുകളാണുള്ളത്. ആ വീടുകളിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള, ഏറ്റവും കൂടുതൽ ഓണമുണ്ട, ഏറ്റവും കൂടുതൽ പൂർണ്ണചന്ദ്രന്മാരെ കണ്ട മഹത് വ്യക്തിയെ ആദരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സോയിമൻ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. VS പ്രകാശ് ഓണ സന്ദേശം നൽകി. ഏറ്റവും കൂടുതൽ ഓണം ഉണ്ടവരെയും ആദ്യം ഓണം ഉണ്ണുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. PR രഘു, സ്വപ്ന ജയൻ, മോളി ബേബി, സാലി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിൽ ഓണാഘോഷം നടന്നു. വിവിധ കലാകായിക മത്സരങ്ങളോട് നടത്തിയ ഓണാഘോഷ പരിപാടികൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ ഉദ്ഘാടനം ചെയ്തു. പടമുഖം സ്നേഹമന്ദിരത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വടംവലി, കസേരകളി, അത്തപ്പൂക്കളം, തിരുവാതിര തുടങ്ങി വിവിധ മത്സരങ്ങൾ നടന്നു. സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ VC രാജു അധ്യക്ഷനായിരുന്നു.
ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു ബാല്യകാല ഓണത്തിന്റെ സ്മരണകളുണ്ടാവും. ഇപ്പോഴത്തെ ജനറേഷൻ അതില്ല. പൂവിളികളും ഊഞ്ഞാലാട്ടവുമായി ഒരു ഓണക്കാലം നമ്മളെ ബാല്യകാല സ്മരണയിൽ കൊണ്ടു ചെല്ലുന്നു. നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒരു ഉത്സവമാണ് ഓരോ ഓണക്കാലവും നമ്മൾ അനുസ്മരിപ്പിക്കുന്നത്. ആർപ്പുവിളികളും തുമ്പപ്പൂവുകളും പൂവിളികളുമായി ഊഞ്ഞാലാട്ടവുമായി ഓണസദ്യയുമായി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണക്കാലം, ഒരു വസന്തകാലം കൂടി നമ്മുടെ ഇടയിൽ വന്നുചേർന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മയും സ്നേഹവും നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുരിക്കാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ KM സന്തോഷ്, സബ് ഇൻസ്പെക്ടർമാരായ KD മണിയൻ, രാജ്നാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും സ്നേഹമന്ദിരത്തിൽ എത്തി അന്തേവാസികൾക്ക് ഓണസമ്മാനങ്ങൾ നൽകി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബിച്ചൻ തോമസ്, പടമുഖം ഫെറോന വികാരി ഫാദർ ഷൈജു ചാമപ്പാറ, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, ജോസ് പുലിക്കോടൻ, സ്നേഹമന്ദിരം PRO ജോർജ് അമ്പഴം, KM ജലാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യയും ഒരുക്കിയിരുന്നു. കട്ടപ്പന 20 ഏക്കറിൽ ജനകീയ ഓണാഘോഷം നടന്നു. വോളിബോൾ മത്സരത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. 8 ടീമുകളാണ് വോളിബോൾ മത്സരത്തിൽ പങ്കെടുത്തത്. എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തവണയും മത്സരങ്ങൾ നടന്നത്. ഒപ്പം കുട്ടികൾക്കായി വിവിധ കലാമത്സരങ്ങളും നടന്നു. 20 ഏക്കറിനെ സംബന്ധിച്ചിടത്തോളം 20 ഏക്കറിലെ വളരെയധികം ആൾക്കാരുടെ സാന്നിധ്യം മൂലം വളരെ മനോഹരമായി ധന്യമായി മുന്നോട്ടുകയാണ്. ഇരട്ടയാറ്, ലബ്ബക്കട, 20 ഏക്കർ തുടങ്ങിയ വിവിധ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള വിവിധ ടീമുകളാണ് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഓണാഘോഷ മത്സരങ്ങളോട് അനുബന്ധിച്ചുകൊണ്ട് പാറമടയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രരചനാ മത്സരങ്ങൾ, ചെസ് മത്സരം, കലം തല്ല് പൊട്ടിക്കൽ, റൊട്ടികടി തുടങ്ങിയ മത്സരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 30 വർഷമായി നടക്കുന്ന ഓണാഘോഷം വിവിധ മത്സരങ്ങളോടെയാണ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി പൊതുസമ്മേളനവും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഹൈറേഞ്ചിന്റെ ചുരം താണ്ടി ഓണക്കാലത്ത് വിരുന്നെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കുന്നത് പാതയോരങ്ങളിലെ കൽബോൾസം ചെടികളാണ്. പ്രധാനമായും കട്ടപ്പന ചെറുതോണി പാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്കാണ് കൽബോൾസം ചെടികൾ കാഴ്ചാവിരുന്ന് സമ്മാനിക്കുന്നത്. പാതയോരത്തെ കൊച്ചു വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപവും ഈർപ്പമുള്ള പാറക്കെട്ടുകളിലുമാണ് ഈ ചെറു പൂച്ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ നനവാർന്ന പാറക്കെട്ടുകളിൽ വളരുന്ന ചെറു സസ്യമാണിത്. ഇതിന്റെ വേരുകൾ പാറകളിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. 6 താഴെ ഇലകൾ മാത്രമാണ് ഇതിന് ഉണ്ടാവുക. അവ ദീർഘവൃത്തം, വൃത്തം, ഹൃദയാകാരം എന്നിങ്ങനെ പല രൂപത്തിൽ കാണപ്പെടുന്നു. ഈ ഇലകൾക്കൊപ്പം ചെടിയിൽ വിരിയുന്ന ചെറുപുഷ്പം ആരുടെയും മനം കവരും. ഒരേ സമയം ഒന്നിലധികം പൂക്കൾ വിരിയും. പൂക്കൾ ഒന്നിലധികം ദിവസം വിടർന്നു നിൽക്കും. വെള്ള, കടും പിങ്ക് എന്നിങ്ങനെ പല നിറങ്ങളിൽ പൂക്കളുണ്ട്. പൂവിന്റെ ആകൃതിയിലും ആകർഷണീയത വളരെയധികമാണ്. വെള്ളച്ചാട്ടങ്ങളോട് ചേർന്നുള്ള ഈ ചെടികൾക്ക് സമീപം നിന്ന് ഫോട്ടോ എടുക്കുന്നവരുടെ എണ്ണവും ഏറുന്നുണ്ട്. കൂട്ടത്തോടെ വളർന്നു പിടിക്കുന്ന ഇവ മലയോര പാതകൾക്ക് പ്രത്യേക അഴക് സമ്മാനിക്കുന്നു. മൺസൂണിന്റെ അവസാന കാലഘട്ടത്തോടെ ഈ ചെടികൾ നശിക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. പൂക്കളവും ഓണക്കോടിയും സദ്യയുമൊരുക്കി നാടും നഗരവും മാവേലിയെ വരവേറ്റു. കള്ളവും ചതിയുമില്ലാത്തൊരു ഭൂതകാലത്തിലേക്കുള്ള മലയാളിയുടെ ഗ്രഹാതുരമായ യാത്ര കൂടിയാണ് ഈ ഉത്സവം.
പട്ടാപ്പകൽ പച്ച ഏലക്ക മോഷ്ടിച്ച് 2 പേർ വണ്ടൻമേട് പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പുളിയന്മല കഞ്ഞിപ്പാറ പ്രിയഭവനിൽ പ്രവീൺ അയ്യപ്പൻ, പാറക്കൽ വിഷ്ണു കൃഷ്ണൻ എന്നിവർ. മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല റേഷൻ കടകളിൽ നിന്നും കൃത്യമായ രീതിയിൽ റേഷൻ സാധനങ്ങൾ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി. സർക്കാർ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നുവെങ്കിലും അവ പൂഴ്ത്തിവെച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു വിൽക്കുന്ന പ്രവണത ചില റേഷൻ കട ഉടമകൾ തുടർന്നു പോരുന്നുവെന്ന് ആരോപണം. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ പരിശോധന ഉണ്ടാകണമെന്നും ഇത്തരക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യം. തോട്ടം മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയായ ഏലപ്പാറ ഗവൺമെന്റ് ആശുപത്രിയുടെ ആംബുലൻസിന്റെ ഓട്ടം നിലച്ചിട്ട് 1.5 മാസം. പ്രതിസന്ധിക്ക് കാരണം ആംബുലൻസിന്റെ ടയറുകൾ കാലഹരണപ്പെട്ടത്. പുതിയ ടയർ വാങ്ങുവാൻ നടപടി ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിൽ കാലതാമസം നേരിടുന്നതിൽ പ്രതിഷേധം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.